ഫുഡ് അടിച്ചാ? നമ്മുടെ സംസാരത്തിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഡയലോഗായിട്ട് വരാൻ പോകുന്ന ഒന്നാണിത്. ഫുഡ് അടിച്ചോ? ആരോടാണെങ്കിലും നമ്മൾ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം. ഈശോ ഇത് ശിഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്, ഫുഡ് അടിച്ചോന്ന്. ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം മൂന്നാമത്തെ പ്രാവശ്യം ഈശോ 11 പേർക്കായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈശോ ഉദ്ധാനം ചെയ്തിട്ട് 2 വട്ടം പ്രത്യക്ഷപ്പെട്ടിട്ടു. അതുകൊണ്ടാണ് 11 പേർക്ക് ഒരുമിച്ച് ഈശോ പ്രത്യക്ഷപ്പെട്ടത്. ഈശോ ആദ്യം ചോദിച്ചത് എന്തിട്ടാണെന്നറിയോ? ഫുഡ് അടിച്ചാ? കാരണം അവര് ഊണുമേശലായിരുന്നു. എന്നിട്ട് ഈശോ പറഞ്ഞു, അവരുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ എന്നെ കുറിച്ച് പ്രഘോഷിക്കാൻ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോവാണെങ്കിലല്ല, ഞാൻ പ്രോമിസ് ചെയ്യാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് അപകടം ഉണ്ടായാലും, എന്തൊക്കെ വിഷങ്ങൾ വന്നാലും, എന്തൊക്കെ ദുരിതങ്ങൾ വന്നാലും ആര് കൂടെയുണ്ട്? ഞാൻ കൂടെ ഉണ്ടാവും. കാരണം എന്താ? നിങ്ങൾ എന്റെ പ്രവൃത്തിയാണ് ചെയ്യണേ, ഞാനാണ് നിങ്ങളെ വിട്ടത്. വചനം നമ്മളോട് എന്താ പറയണെന്ന് അറിയോ? ഈശോ നമ്മളോടും ചോദിക്കുകയാണ്, ഫുഡ് അടിച്ചു കഴിഞ്ഞില്ലേ? വയറ് നിറഞ്ഞില്ലേ? വായോ, ഇനി എന്റെ പ്രവൃത്തികൾ ചെയ്യും. നിങ്ങൾ എന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ, എനിക്ക് വേണ്ടി പോവുകയാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോളാം. പിന്നെ അത് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യമായി മാറും. നിങ്ങളുടെ ജീവിതവും അത്ഭുതമായി മാറും.